പ്രണയം മധുരം മധുരം മരിക്കാത്ത പ്രണയം ആർദ്രമിയോർമതൻ പടവിൽ ഞാനിരിപ്പോ മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വീശിയാലോ ഉലയും ഒരോളം പോൽ ഞാനിരിപ്പൂ പ്രണയം മധുരം രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല. നമസ്കാരം. ഇന്ന് മരിക്കാത്ത പ്രണയത്തിൻ്റെ അധ്യായത്തിൽ അതിഥിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് മലയാളി ഒരിക്കലും മറക്കാത്ത ഒരു ബഹുമുഖ പ്രതിഭ, തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു അനുഗ്രഹീത കലാകാരൻ, മറ്റാരുമല്ല നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഭാസ്കരൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ശ്രീമതി ഇന്ദിര. ആദ്യമായിട്ട് എപ്പോഴാണ് കാണുന്നത്? മാഷയെ കാണാൻ കുറേ എല്ലാവരും അറിയാം വീട്ടിൽ, പക്ഷെ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഉദ്ഘാടനത്തിന് FICTയിൽ താമസിക്കും, വേലൂർ. അച്ഛൻ അവിടെ ഡോക്ടറായിരുന്നു, അവിടെ താമസിക്കുകയായിരുന്നു ക്വാർട്ടേഴ്സിൽ. അപ്പോൾ അവിടെ ഒരു ഉദ്ഘാടനത്തിന് വന്നപ്പോൾ പ്രസംഗവും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പോഴാണ് കാണുന്നത്, ആദ്യമായിട്ട് കണ്ടത്. ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു അങ്ങനെ ഒന്നും അതെ, അപ്പോൾ ഒന്നും അറിയില്ലല്ലോ അങ്ങനെ. പിന്നെ വന്നു, പിന്നെ വന്നിട്ടാണ് കാണാൻ വേണ്ടി വന്നു. അമ്മാവനും എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ. ചേച്ചി, മൂത്ത ചേച്ചി, കൊടുങ്ങല്ലൂരാണല്ലോ വീട്, അവിടുന്ന് വന്ന് കാണാൻ വേണ്ടി വന്നു. എൻ്റെ മുഖത്തൊക്കെ നോക്കിയില്ല എന്നൊക്കെ എപ്പോഴും പറയാം. ഞാൻ നോക്കിയിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ അമ്മാവുണ്ടായിരുന്നു, അദ്ദേഹം എല്ലാം ചോദിച്ച് അങ്ങനെയൊക്കെ ഉണ്ട്. ആദ്യത്തെ ഒരു സംഭവമാണ് എൻ്റെ ജീവിതത്തിലത്. എനിക്കങ്ങനെ ഞാൻ അങ്ങനെ പ്രിപ്പയർഡ് ഒന്നും ആയിരുന്നില്ല കല്യാണത്തിനെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ജീവിതം പഠിക്കുകയായിരുന്നു. തുടങ്ങിയല്ലോ കോളേജ്, അതോടെ നിർത്തി. പിന്നെ ആ ഒരു കുടുംബജീവിതത്തെ പറ്റി കൂടുതൽ അറിയുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ പ്രായത്തിൽ. അപ്പം ഇങ്ങനെ വന്ന് കുടുംബക്കാരെയും എല്ലാവരെയും അറിയാം. കൊടുങ്ങല്ലൂർ പഠിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അച്ഛനവിടെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അപ്പോൾ അവരെല്ലാവരെയും അറിയാം. ഇദ്ദേഹത്തെ പിന്നെ അങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, അറിഞ്ഞിട്ടുമില്ല. പിന്നെ ശരിക്കും വിവാഹം എപ്പോഴായിരുന്നു അത് വിവാഹത്തിലേക്ക് വന്നത്? അതായത് May 18 ആ കൊല്ലം തന്നെ നടന്നു കല്യാണം. അത് നീലക്കുയിലൊക്കെ കഴിഞ്ഞിട്ട് ആണല്ലോ. അങ്ങനെ ഒരാള് ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സാധാരണ അമ്മ എങ്ങനെയാണ് അതിനെ അത് ശരിക്കും ജീവിതത്തിൽ എങ്ങനെയാണ് അത് ആസ്വദിച്ചത്? അല്ല, ഞാൻ പറഞ്ഞേ, അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. എങ്ങനെ വരണം ജീവിതത്തിലെന്നുള്ള ആലോചിക്കുമല്ലോ. അങ്ങനെയൊന്നും ആലോചിച്ചെടുക്കാനുള്ള ഒരു പ്രായമായിട്ടില്ല. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളുടെ മാതിരിയല്ലല്ലോ.
പണ്ടത്തെ പിന്നെ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും കുറച്ച് വ്യത്യസ്തമാണ്. മലേഷ്യയിൽ വളർന്ന് പിന്നെ ഇവിടെ സ്കൂളിൽ വന്ന് പഠിച്ച് അത് കാരണം ചുറ്റും അങ്ങനെ ഒരു ഇത് പോരാ, വിവരം പോരാ. അതെ, ആൾക്കാരായിട്ട് സമ്പർക്കം അങ്ങനെയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച കുറെ അറിവ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ സിനിമയൊക്കെ എനിക്ക് പുതിയ അറിവാണ്. അതൊക്കെ ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴാണ്. നീലക്കുയിലും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല ഞാൻ. അപ്പം റിലീസ് ചെയ്തിട്ടേ ഉള്ളൂ, അത് 1 കൊല്ലം മുമ്പായിട്ട്. പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. മനോഹരമായ അതെ, മനോഹരമായ പാട്ട്. ശരിക്കും പിന്നെ രാരിച്ചൻ എന്ന പൗരന്റെ വർക്ക് നടക്കുമ്പോഴാണ് തുടങ്ങി കല്യാണ സമയത്ത്. ഒരു കുടുംബജീവിതം അങ്ങനെ തുടങ്ങിയ ഒരു കാലഘട്ടം. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ വന്നപ്പോൾ അമ്മ ഈ അറിയാതെ അല്ലെങ്കിൽ നോക്കി കണ്ട ഒരാളെന്നുള്ള കുടുംബനാഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു ജീവിതത്തിൽ? അത് എല്ലാം പറഞ്ഞു തന്ന് ഒക്കെ തന്നെയാണ് പോയിട്ടുള്ളത്, ജീവിച്ചിട്ടുള്ളത്. പലതും പറഞ്ഞു തരും, പലതും ഞാൻ കണ്ടു പഠിക്കും. അങ്ങനെ മദ്രാസിലേക്കാണല്ലോ പോയത്, വീടെടുത്ത്. അന്ന് സിനിമ വർക്കായിട്ട് മദ്രാസിലായിരുന്നു. എന്തും കണ്ടാലും ഒക്കെ നല്ല വീടെടുക്കുകയാണെങ്കിലും നല്ല വീട് വേണം, എല്ലാത്തിലും അതൊരു ഇതുണ്ട്. അങ്ങനെ പിന്നെ സാറിൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു കുറച്ചു കാലം, ഒരു കൊല്ലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെനിക്കും അതൊരു ഹെൽപ്പായിരുന്നു. വയ്യ അവർക്ക്, എന്നാലും അന്നങ്ങനെ വരണ്ട വന്നു അവർക്ക്. ഒരു അങ്ങനെ ചെട്ട്പെട്ട് ആ ഭാഗത്തായിരുന്നു. അപ്പം ഒന്നും പാട്ട് എഴുതുന്ന അതൊന്നും അപ്പം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഏതെങ്കിലും പാട്ട് അങ്ങനെ പറയുന്നല്ലാതെ ഇത് എഴുതി രാജനെന്ന പൗരനിലല്ലേ, അതെ, നീലക്കുയിൽ കഴിഞ്ഞിട്ട് അതിലത്തെ പാട്ടുകളൊക്കെ പാടുമായിരുന്നു. പിന്നെ പണ്ടൊന്നും അങ്ങനെ അധികം കേൾക്കില്ലല്ലോ, വീട്ടിലൊന്നും വെച്ച് അങ്ങനെ കേൾക്കണ ഒരു ഇതൊന്നുമില്ല. റേഡിയോയിൽ വന്നാലേ കുറേ കഴിയുമ്പോഴേ റേഡിയോയിൽ കേൾക്കുള്ളൂ. അങ്ങനെ നമ്മുടെ പിന്നെ ആദ്യത്തെ എൻ്റെ പ്രസവത്തിന് കൊണ്ടുവന്നാക്കി. അമ്മയുടെ 60-ാം പിറന്നാളിന് വന്നു, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ. അപ്പം എനിക്ക് മോളെ 8 മാസം ഗർഭമാണ്, 7-8 മറ്റോ. പിന്നെ നാട്ടിലായിരുന്നു കുറച്ച് കാലം, ഇടയ്ക്ക് വരും. അപ്പോഴും എറണാകുളത്ത് വരലും പോലുമായിട്ട് ഈ പാട്ടിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ വർക്കും പാട്ടിൻ്റെ വർക്കും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വളരെ ചിട്ടയും ഗൗരവവും എല്ലാവർക്കും അറിയാലോ അദ്ദേഹത്തെ പറ്റി, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ കൂടെ എഴുത്തും എല്ലാം നടക്കും. പിന്നെ ഇപ്പൊ അമ്മ സംബോധന ചെയ്ത് സാറെന്ന് പറഞ്ഞ് നമ്മുടെ തിന്നല്ല, ഞാൻ മാഷിൻ്റെ തന്നെ ഒരു മനോഹരമായ ഒരു പാട്ടുണ്ട്, എൻ പ്രാണ നായകനെ എന്ത് വിളിക്കും, എങ്ങനെ ഞാൻ നാവെടുത്തിട്ട് വരും. അതിന്റെ പല്ലവി എന്ന് പറഞ്ഞാൽ അനുപല്ലവിലേക്ക് വരുമ്പോ അല്ല നായിക തന്നെ പറയുന്നുണ്ട്, മധുരപ്പേരായിരം മനസ്സിലുണ്ടെങ്കിലും മറ്റുള്ളവർ കേൾക്കുകയും ഞാൻ എന്ത് വിളിക്കും. അപ്പം ഞാൻ ചോദിക്കാം അമ്മയോട്, ഈ മറ്റുള്ളവർ കേൾക്കുകയും കേൾക്കാതെ എന്ത് പേരാണ് വിളിക്കുന്നത് മാഷിനെ? ശരിക്കും അതല്ലേ പറയാൻ പറ്റാത്ത കാര്യം, പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടോ? മനസ്സിലുള്ളത് അറിഞ്ഞും കൊണ്ട് എഴുതുന്നതാണല്ലോ. അതെ, ആ വരികളൊക്കെ അയ്യോ. പാട്ടെഴുതുന്നതിലൊക്കെ അമ്മയുടെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആവശ്യമില്ല അദ്ദേഹത്തിന്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, ഇങ്ങനെ ബഹളവും ഒന്നും ഇല്ലാണ്ട് അറ്റ്മോസ്ഫിയർ, നല്ല അറ്റ്മോസ്ഫിയർ ആവണം. അത് വളരെ ഗിഫ്റ്റഡ് ആണല്ലോ, എങ്ങനെയായാലും അത് എഴുതും. എഴുതി കഴിഞ്ഞാല് പിന്നെ പാടി തന്റെ ട്യൂണില് പാടി കേൾപ്പിക്കും. എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളോ അങ്ങനെയൊന്നും അതൊന്നും പറയത്തില്ല, ഒന്നുമില്ല. എന്റെ ആവശ്യമില്ല. നമ്മുടെ ഈ വിഷയം നിർദ്ദേശിക്കാനുള്ളത് ഇതില്ല. ശരിക്കും മാഷ് നിരവധി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, എല്ലാ ഭാവതലത്തിലുള്ള. നമ്മുടെ വിഷയം പ്രണയമായതുകൊണ്ടും മരിക്കാത്ത പ്രണയം എന്നുള്ള സബ്ജക്റ്റാണ് ചോദിക്കുന്നത്. അമ്മയ്ക്ക് മാഷിന്റെ ഇഷ്ടപ്പെട്ട പ്രണയ ഗാനങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ മനസ്സിലെന്തായാലും ഉണ്ട്, കടൽ പോലെ കിടക്കുകയാണ്. എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ചിലപ്പോ ആലോചിച്ചാ ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. കുറേ ഉണ്ട്, എത്ര പാട്ടുകളുണ്ട്.
താമസം എന്തേ വരുവാൻ, അത് പിന്നെ ആർക്കേ നിലയത്തിലെ എല്ലാ പാട്ടുകളും അതെ, പരീക്ഷയിലെല്ലാ പാട്ടുകളും നല്ല പാട്ടുകളാണ്. പിന്നെ ധാരാളമുണ്ട്. പൂനുള്ളി 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 കൈവിരൽ കുഴഞ്ഞല്ലോ പൂ. പാട്ടാണ് സാധ്യ പാട്ടാണ്. അതെ അതെ. മലയാളത്തിൽ നല്ലൊരു പിന്നെ റൊമാൻറ്റിക് സോങ് വൃശ്ചിക പൂനിലാവ്. പിന്നെ എല്ലാവരും എല്ലാ കാലത്തും പാടുന്നതും പാടാൻ തന്നെ അറബിക്കടലൊരു. അതെ, അത് ആർക്കും എപ്പോഴും പാടാവുന്ന പാട്ടാണ്. എനിക്കത് വലിയ ഇഷ്ടമുള്ള പാട്ടായിരുന്നു. അറബിക്കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി, പണ്ടേ പണ്ടേ പാലിലിരുന്നു പകിഴയൊരു കളിയല്ലോ. കാറ്റു ചിക്കിയ തെളിമണലിൽ കാലടിയാൽ നീ കഥയെഴുതി, വായിക്കാൻ ഞാൻ അണയും മുമ്പേ വന്തിര വന്നതുമായി ചെല്ലു, വായിക്കാൻ ഞാൻ അണയും മുമ്പേ വന്തിര വന്നതുമായി ചെല്ലു. ഒരുപാടുണ്ട്. ഇതില് തന്നെ പിന്നെ ഒരു പുഷ്പം മാത്രമേ അതെ അതെ ഇത്ര കാലത്തേക്ക് അതിജീവിച്ചിരിക്കുന്ന പാട്ടുകളാണ്. നമ്മ ശരിക്കും ഇന്നലെ നീ ഒരു സുന്ദരരായ മുന്നോടക്കുഴൽ വന്നത്. സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഗംഗയിലെ ജലം ഏതെടുത്താലും ഏത് തുള്ളി എടുത്താലും പവിത്രമാണെന്ന് പറയാൻ പോലെ മാഷിന്റെ പാട്ടുകൾ ഇങ്ങനെ കഥകൾ ഏതെടുത്ത് നമുക്ക് എന്തെടുത്താലും വേണം. പക്ഷെ ഇപ്പൊ അമ്മ പറയാം മനസ്സിലേക്ക് ഒന്നെന്ന് പറഞ്ഞ് മാത്രം നമുക്ക് നിർത്താൻ പറ്റില്ല. നമുക്ക് പ്രേക്ഷകർക്ക് അങ്ങനെ പറ്റുന്നില്ല. പിന്നെ ഒരു ശരിക്കും പറഞ്ഞ ഇതിലെല്ലാം ഒരു ഞാൻ മാഷിന്റെ ചിട്ടയെ കുറിച്ച് പറയാം. അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമേ കഴിക്കുകയുള്ളൂ, എത്ര അന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തായിരുന്നു? വീട്ടിൽ വന്ന് സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കണം. എങ്ങനെയെങ്കിലും എവിടെ പോയി തിരക്കിട്ട് എങ്ങനെയെങ്കിലും വരും വീട്ടിലെ, രാത്രി ആയാലും അതെ. എനിക്ക് നല്ല ഭക്ഷണമൊക്കെ അവർ ഓഫർ ചെയ്താണ്. ഞാൻ ഭക്ഷണപ്രിയനാണ്. എന്താണെങ്കിലും നല്ല ചിട്ടയിലാണല്ല. ഞാൻ അതിശയിച്ചു പോയി ഇത് വായിച്ചപ്പോഴത്തേക്കും. ശരിക്കും നമ്മുടെ ഇന്നത്തെ തലമുറയിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ല. പോയി കഴിഞ്ഞാലും ഓക്കെ ഭക്ഷണം കഴിക്കണ്ട, പക്ഷെ ഭാര്യ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുകയോട് വന്നാൽ എത്ര ചിട്ട. മാഷിനെ പോലെ ഒരു കലാകാരനതിലുപരി ഒരു വ്യക്തി, ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്കുള്ള ഒരുപാട് മുഖങ്ങളാണ് അതിനകത്ത്. പക്ഷെ കൈവയ്ക്കാത്ത മലയാള സിനിമയിലെ വയ്ക്കാത്ത മുദ്ര വയ്ക്കാത്ത ഒരു ഭാവം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടക്കത്തിലെ ബഹുമുഖ പ്രതിഭ എന്ന് പറഞ്ഞത്. രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല. അനന്തരം മദ്രാസിലെ പോയ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അത് എന്തായിരുന്നു അവിടുത്തെ ഒരു ജീവിതം, മാഷിന്റെ ഒരു സുഹൃത്ത് വലയങ്ങള്, അങ്ങനെ ഒരു എൻ്റെ സിനിമയുടെ കൂടെ പാട്ട് എഴുതുന്നതിൻ്റെ കൂടെ എല്ലാവരും അങ്ങനെ
വളരെ സന്തോഷമായിട്ട് തന്നെ നടന്ന ജീവിതം. ഇങ്ങനെ കുട്ടികൾ, അവരുടെ പഠിപ്പ്, അപ്പോൾ നല്ല സമയമായിരുന്നു. കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവിടെ കഴിഞ്ഞു. കുട്ടികൾ, അവരുടെ പഠിപ്പ്, കല്യാണം, മോളുടെ കല്യാണം കഴിഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോഴേക്കും മോളുടെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. ഒരു നീണ്ട വർഷം അവിടെ തന്നെ ആയിരുന്നു. 1-2 നീണ്ട വർഷക്കാലം അവിടെ തന്നെ വർഷക്കാലം. പിന്നെ തിരിച്ചാണ് അതെ 20 കൊല്ലം 25 കൊല്ലം അവിടെ ഇപ്പം ഇവിടെ ആയില്ലേ, കുറെ കാലമായില്ലേ. പിന്നെ അങ്ങനെ സിനിമയൊക്കെ വിട്ട് കോട്ടയത്ത് വന്നാണല്ലോ പിന്നെയൊക്കെ പത്രാധിപരായിട്ട് ജോലി ചെയ്തു. എല്ലാം അറിയായിരുന്നല്ലോ, അതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പരിഭ്രമം കാണിക്കൂല, ഉണ്ടെങ്കിൽ പറയൂല. എല്ലാത്തിനും ഉറച്ചു. ദേഷ്യമുണ്ട്, അത്യാവശ്യം കുടുംബജീവിതം അതല്ലേ, മനുഷ്യരല്ലേ. ചില നിർബന്ധ ബുദ്ധികളാവുമ്പോൾ കുറച്ചും കൂടി ഉണ്ടാവും. അങ്ങനെ അതൊരു വലിയ പ്രശ്നമായിട്ടില്ല അങ്ങനെ. അപ്പോൾ അതൊക്കെ പാവം. പിന്നെ ഒരു ജീവിതം കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിരുന്നു. ഒരു മോനുണ്ടായിരുന്നു കൂടെ പഠിക്കണം, അജിത്. അവനപ്പോൾ ബികോമിന് പഠിക്കണം അവിടെ തന്നെ. ആ 3 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അത് വിട്ടണം. പിന്നെ ഇങ്ങോട്ട് വന്നു തിരുവനന്തപുരത്ത്. പിന്നെ തിരുവനന്തപുരത്ത് തന്നെ നടക്കുന്നതും ഇവിടെ ചെയർമാനായിട്ട് KSFDCയിൽ ചെയർമാനായിട്ടും ഏഷ്യാനെറ്റിൽ ചെയർമാനായിട്ടും ഒക്കെ ആയ സമയം വളരെ നല്ല പൊസിഷനിലൊക്കെ ഇരുന്ന് നന്നായിട്ട് ജീവിച്ചു. ശരിക്കും അമ്മ ഇങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു പാഠപുസ്തകം പോലെ പഠിക്കേണ്ടതാണ് നിങ്ങളുടെയൊക്കെ ജീവിതം, ഇന്നത്തെ തലമുറ. ശരിക്കും ശരിയല്ലേ, ഒരു പാഠം. കാര്യം ഇന്ന് തലമുറ കണ്ടു പഠിക്കണം. കാലഘട്ടം ജീവിച്ചിരുന്നത് എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള ആൾക്കാർ. ഇന്ന് ആർക്കും ഒരു സഹിഷ്ണുതയൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ ഒരു പ്രണയമോ അല്ലെങ്കിൽ ഒരു കുടുംബ ഒരു ദാമ്പത്യം, ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ അറിയാമല്ലോ നടക്കുന്ന സംഭവങ്ങൾ. എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച, ഇന്നത്തെ ഒരു അവരോട് എന്താണ് പറയാനുള്ളത്? ശരിക്കും ഇന്നത്തെ ഒരു തലമുറ കുറേം കൂടെ ചിന്തിക്കണം. കല്യാണത്തിന് മുമ്പായാലും അവർക്ക് കുറച്ച് തീരുമാനങ്ങൾ വേണം. ഉറച്ച തീരുമാനം പണമാവരുതെന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, അത് വേണം, വേണ്ടെന്നല്ല. പക്ഷെ എന്നാലും ചേർന്ന് പോവാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. കുടുംബജീവിതം പക്ഷെ മക്കൾക്കാണെങ്കിലും അത് കണ്ട് അവരും പഠിക്കും. അവർക്കും മുന്നോട്ട് പോകാൻ അതൊരു ഹെൽപ്പാണ്. അച്ഛനും അമ്മയും ചേർന്ന് പോകുന്ന ഒരു ജീവിതം കാണേണ്ടതാണ് കുട്ടികൾ. അതെ, അപ്പോൾ ആർക്കായാലും അതാണ് നല്ലത്. അപ്പോൾ മക്കൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ അത് എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. അവർക്കറിയാം ചിന്തിക്കേണ്ടത്. അതൊക്കെ പറഞ്ഞാലും പിന്നെ ഞാൻ വിചാരിക്കും ഇതൊക്കെ തലയിലെഴുത്ത്, അല്ലെങ്കിൽ കാലത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാലത്തിൻ്റെ പോക്കും അവർ കാണുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ ഡിഫറെൻ്റ് ആവും പലതരത്തിലും. അതെ, അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ അവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മനസ്സെന്ന് പറഞ്ഞ ഒന്നുണ്ടല്ലോ, അതിൽ നമ്മൾ അതിനെ ഒന്ന് ചിട്ടപ്പെടുത്തിയിട്ടും ഒക്കെ മുന്നോട്ട് പോയാൽ എന്തിനും കാമായിട്ട് സമാധാനമായിട്ട് ജീവിതം നയിക്കാൻ പറ്റും. ഭഗവാനെ വിളിച്ച് മനസ്സവിടെ നിർത്തിയാൽ തന്നെ കുറേ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും. അതാണ്. മാഷിന് ശരിക്കും അമ്മല്ലേ അമ്മ ഭക്തിയുടെ ഒരു കേശാധിപതി എന്നുള്ള പാട്ട്. മാഷിന് ശരിക്കും അതൊരു മാഷ് നല്ലൊരു ഭക്തനായിരുന്നു. അല്ലാത്തവർക്ക് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല. അവരുടെ ഉള്ളില് ഭക്തി കാണിക്കില്ലെങ്കിലും ഉള്ളിലുള്ള ഭക്തി ഭക്തി ഉണ്ട്. അപ്പോൾ ഈ ഫോട്ടോ തന്നെ അദ്ദേഹത്തിന് 60ാം പിറന്നാളും ഗുരുവായൂർ അവിടെ ഉണ്ടായിരുന്നു. അവിടെയും സെലിബ്രേറ്റ് ചെയ്ത് ഗുരുവായൂർ മഹാത്മ്യം എടുക്കുമ്പോൾ അവിടെയായിരുന്നു. അവിടെ ഒരു ഡോക്യുമെൻ്ററിമാരെ എടുത്തുള്ളൂ. അപ്പോൾ അപ്പോഴായിരുന്നു 60ാം പിറന്നാൾ. അപ്പോൾ അവിടെ വെച്ച് അവർ ചെയർമാനാരോ മോഹനകൃഷ്ണൻ അവരൊക്കെയാണ് ഉത്സാഹിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇത് കൊടുത്തതാണ്. ശരിക്കും ഈ പാട്ട് അമ്മ പറഞ്ഞല്ലോ, ശരിക്കും കേശാധിപതി എന്നുള്ളവ 2 തലങ്ങളുണ്ട് ആ പാട്ടിന്. നമ്മളെ പോലെ സാധാരണക്കാരൊക്കെ അത് പാടുമ്പോൾ നമുക്ക് ഭഗവാനോടുള്ള ഒരു പ്രാർത്ഥന പോലെ ഇഷ്ടപ്പെട്ട. പക്ഷെ അമ്മയ്ക്ക് പാടുമ്പോൾ മാഷ് എഴുതിയ വരികൾ എന്നുള്ള ഒരു മനസ്സിലൊരു ഭാവമുണ്ട്, പിന്നെ ഭഗവാനോടുള്ള സമർപ്പണം, രണ്ടും ഉള്ള ഒരു ഫീല് അല്ലേ, അങ്ങനെ ഉണ്ടല്ലോ. അമ്മ എന്നും ചൊല്ലുമെന്ന് പറയുന്നത് നമുക്കത് കേൾക്കാൻ ഒരു 4 വരി അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചു ഓർത്ത് പറഞ്ഞു. ഭഗവാന്റെ മുമ്പിൽ പാടുന്നതല്ലാണ്ട് വരികൾ സമർപ്പിക്കാനായിട്ട് നമുക്ക് കേൾക്കാം, അമ്മയുടെ ശബ്ദത്തിൽ കേൾക്കാനായിട്ട് മാഷിന്റെ വരികള്.
കേശാദിപാദം തൊഴുന്നേൻ കേശവ കേശാദിപാദം തൊഴുന്നേൻ. പീലിത്തിരുമുടിയും നീലത്തിരുവുടലും ഭാലത്തൊടു കുറിയും താണോ തൊഴുന്നേൻ കേശാദിപാദം തൊഴുന്നേൻ. മകരകുണ്ടലമിട്ട മലർക്കാതു തൊഴുന്നേൻ മകരകുണ്ടലമിട്ട മലർക്കാതു തൊഴുന്നേൻ. കുടിലകുണ്ടലം പാറും കുളിർനെറ്റി തൊഴുന്നേൻ. കരുണതൻ കടലായ കടമിഴി തൊഴുന്നേൻ. അരുണകിരണമണി മുഖപത്മം തൊഴുന്നേൻ കേശാദിപാദം തൊഴുന്നേൻ. കളവേണു അണിയുന്ന കരതലം തൊഴുന്നേൻ. കൗസ്തുഭം തിളങ്ങുന്ന കളകണ്ഠം തൊഴുന്നേൻ. വനമാല മയങ്ങുന്ന മണിമാറു തൊഴുന്നേൻ. കനകങ്കണമിട്ട കൈതണ്ട തൊഴുന്നേൻ കേശാദിപാദം തൊഴുന്നേൻ. അരയിലെ മഞ്ഞ പട്ടുടയാട തൊഴുന്നേൻ. മണിമുത്തു കിലുങ്ങുന്നു അരഞ്ഞാണം തൊഴുന്നേൻ. കനകചിലങ്ക തുള്ളും കാൽത്തളി തൊഴുന്നേൻ. അരിമുകിൽ വർണ്ണനെ അടിമുടി തൊഴുന്നേൻ കേശാദിപാദം തൊഴുന്നേൻ കേശവ കേശാദിപാദം തൊഴുന്നേൻ. മാസ്റ്റർ മാഷിന്റെ അമ്മയുടെയും വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. അതിന്റെ ഇനി ബാക്കി നമ്മളൊരു ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ജീവിതത്തിന്റെ. നമ്മൾ അതിന്റെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നമസ്കാരം.